ഒരു കൈയിൽ സമാധാനത്തിന്റെ ഒലിവ് ജില്ലയും മറുകൈയിൽ അത്യാധുനിക ആയുധങ്ങളുമായി അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ അത്യന്തം സങ്കീർണമായ ഒരു ചതുരംഗ കളത്തിലാണ് അമേരിക്കയും ഇറാനും ഇന്ന് ഏർപ്പെട്ടിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ തിരമാലകൾ യുദ്ധക്കപ്പലുകളുടെ ഗർജനത്താൽ പ്രകമ്പനം കൊള്ളുമ്പോഴും അണിയറയിൽ മറ്റൊരു നയതന്ത്ര നീക്കം സമാന്തരമായി നടക്കുന്നു എന്നത് ആശ്ചര്യകരമായി തോന്നാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലോകം ഉറ്റുനോക്കുന്നത് പശ്ചിമേഷ്യയിലെ ഈ വിചിത്രമായ രാഷ്ട്രീയ പ്രതിഭാസത്തെയാണ്. യുദ്ധഭീഷണിയും സമാധാന ചർച്ചകളും ഒരേ സമയം എങ്ങനെ നിലനിൽക്കുന്നു എന്ന ചോദ്യത്തിന് ചരിത്രം നൽകുന്ന ഉത്തരം ഇതൊരു പുതിയ പദ്ധതിയല്ല, മറിച്ച് ദശകങ്ങളായി ഈ രണ്ട് രാജ്യങ്ങളും പിന്തുടരുന്ന ഒരു തന്ത്രപ്രധാനമായ ശൈലിയാണെന്നാണ്. ഈ വൈരുദ്ധ്യത്തെ ആഴത്തിൽ വിശകലനം ചെയ്യുമ്പോൾ അന്താരാഷ്ട്ര ബന്ധങ്ങളിലെ അധികാര സമവാക്യങ്ങളും തന്ത്രപരമായ നീക്കങ്ങളും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 2026 മെയ് മാസത്തിലെ ഈ വസന്തകാലത്ത് പശ്ചിമേഷ്യൻ കടൽത്തീരം ഒരിക്കൽ കൂടി സംഘർഷഭരിതമായിരിക്കുകയാണ്. വ്യാഴാഴ്ച ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുകയായിരുന്ന 3 അമേരിക്കൻ ഡിസ്ട്രോയറുകൾക്ക് നേരെ ഇറാൻ സൈന്യം ആക്രമണം നടത്തിയതോടെയാണ് സ്ഥിതിഗതികൾ വഷളായത്. USS ട്രക്സ്റ്റൺ, USS മേസൺ, USS റാഫേൽ പോരാൾട്ട എന്നീ കപ്പലുകളെ ലക്ഷ്യം വെച്ച് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് ഡ്രോണുകളും മിസൈലുകളും വേഗമേറിയ ആക്രമണ ബോട്ടുകളും ഉപയോഗിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഇതിന്റെ മറുപടിയായി ഇറാന്റെ തീരദേശ സൈനിക കേന്ദ്രങ്ങൾക്കും മിസൈൽ ലോഞ്ച് സൈറ്റുകൾക്കും നേരെ അമേരിക്ക ശക്തമായ തിരിച്ചടി നൽകി. എന്നാൽ തങ്ങളല്ല ആദ്യം വെടിയുതിർത്തതെന്നും അമേരിക്കയുടെ പ്രകോപനത്തിന് മറുപടി നൽകുക മാത്രമാണ് ചെയ്തതെന്നുമാണ് ടെഹ്റാന്റെ വാദം. ഈ സൈനിക ഏറ്റുമുട്ടൽ വലിയൊരു യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് ലോകം ഭയപ്പെടുമ്പോഴാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അപ്രതീക്ഷിത പ്രതികരണം വരുന്നത്. ഈ സംഘർഷത്തെ വെറുമൊരു സ്നേഹപ്രകടനം എന്ന് വിശേഷിപ്പിച്ച ട്രംപ് ഇറാനുമായുള്ള വെടിനിർത്തൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് അവകാശപ്പെട്ടു. എങ്കിലും ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനെ ഇതിലും കഠിനമായി നേരിടുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകുകയുണ്ടായി. ഒരേ സമയം ആക്രമിക്കുകയും അതേസമയം തന്നെ അത് സമാധാന ചർച്ചകളെ ബാധിക്കില്ലെന്ന് പറയുകയും ചെയ്യുന്ന ഈ വൈരുദ്ധ്യം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഈ സാഹചര്യത്തിന് ഏറ്റവും അടുത്ത ചരിത്രപരമായ സമാനത കണ്ടെത്താൻ നമുക്ക് 1980കളിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരും. ഇറാനും ഇറാഖും തമ്മിൽ 8 വർഷം നീണ്ടുനിന്ന ക്രൂരമായ യുദ്ധം നടന്നുകൊണ്ടിരുന്ന കാലമായിരുന്നു അത്. 1980കളുടെ മധ്യത്തോടെ ഇരു രാജ്യങ്ങളും പരസ്പരം സാമ്പത്തികമായി തകർക്കാൻ ലക്ഷ്യമിട്ട് പേർഷ്യൻ ഗൾഫിലെ എണ്ണക്കപ്പലുകളെ ആക്രമിക്കാൻ തുടങ്ങി. ഇത് ചരിത്രത്തിൽ ടാങ്കർ യുദ്ധം എന്നാണ് അറിയപ്പെടുന്നത്. ഇറാഖ് ആദ്യം ഇറാന്റെ എണ്ണ കയറ്റുമതി തടസ്സപ്പെടുത്താൻ മിസൈലുകളും യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ചു. ഇതിന് മറുപടിയായി ഇറാഖിനെ സഹായിച്ചിരുന്ന കുവൈറ്റ്, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളുടെ കപ്പലുകളെ ഇറാൻ ലക്ഷ്യം വെച്ചു. ലോകത്തെ ഇന്ധന വിതരണം പൂർണ്ണമായും തടസ്സപ്പെടുമെന്ന ഘട്ടമെത്തിയപ്പോൾ അമേരിക്ക ഈ വിഷയത്തിൽ നേരിട്ടിടപെട്ടു. 1987 കുവൈറ്റിന്റെ അഭ്യർത്ഥന പ്രകാരം അവരുടെ എണ്ണക്കപ്പലുകൾക്ക് സംരക്ഷണം നൽകാൻ അമേരിക്ക തീരുമാനിച്ചു. ഓപ്പറേഷൻ ഏണസ്റ്റ് വിൽ എന്ന് പേരിട്ട ഈ ദൗത്യം അമേരിക്കൻ നാവികസേനയെ ഇറാന്റെ സൈന്യവുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് എത്തിച്ചു. അന്ന് ഇറാൻ ഉപയോഗിച്ച യുദ്ധതന്ത്രങ്ങൾ ഇന്ന് നമ്മൾ കാണുന്നതിന് സമാനമായിരുന്നു. സമുദ്രത്തിൽ മൈനുകൾ വിതറുക, ചെറിയ ബോട്ടുകൾ ഉപയോഗിച്ച് വലിയ കപ്പലുകളെ വളയുക, ഡ്രോണുകൾക്ക് സമാനമായ ആക്രമണങ്ങൾ നടത്തുക എന്നിവയായിരുന്നു അന്ന് ഇറാന്റെ പ്രധാന രീതികൾ. ഈ സംഘർഷം അതിൻ്റെ പാരമ്യത്തിലെത്തിയത് 1988 ഏപ്രിലിലാണ്. അമേരിക്കൻ കപ്പലായ USS സാമുവൽ ബി റോബോട്ട്സ് ഇറാന്റെ കടൽമൈനിൽ തട്ടി തകരുകയും മുങ്ങാൻ തുടങ്ങുകയും ചെയ്തു. ഇതിന് തിരിച്ചടിയായി അമേരിക്ക ഓപ്പറേഷൻ പ്രേയിങ് മാൻഡിസ് എന്നറിയപ്പെടുന്ന സൈനിക നീക്കം നടത്തി. ഇറാന്റെ പ്രധാന നാവിക ആസ്തികളും എണ്ണ പ്ലാറ്റ്ഫോമുകളും അമേരിക്ക തകർത്തു കളഞ്ഞു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്ക പങ്കെടുത്ത ഏറ്റവും വലിയ നാവിക യുദ്ധമായിരുന്നു ഇത്. എന്നാൽ ഈ വലിയ സൈനിക നീക്കങ്ങൾക്കിടയിലും രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള രഹസ്യ നയതന്ത്ര ചർച്ചകൾ നിലച്ചിരുന്നില്ല എന്നതാണ് സത്യം. കടലിൽ പരസ്പരം മിസൈലുകൾ വർഷിക്കുമ്പോൾ തന്നെ വൈറ്റ് ഹൗസിലെ ഉദ്യോഗസ്ഥർ ടെഹ്റാനിലെ ഇടനിലക്കാരുമായി രഹസ്യമായി സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് പിൽക്കാലത്ത് ഇറാൻ കോൺട്ര വിവാദം എന്നറിയപ്പെട്ടത്. ലെബനനിൽ തടവിലാക്കപ്പെട്ട അമേരിക്കൻ ബന്ദികളെ മോചിപ്പിക്കാനായി റീഗൻ ഭരണകൂടം ഇറാനിലേക്ക് രഹസ്യമായി ആയുധങ്ങൾ വിൽക്കുകയും ആ പണം ഉപയോഗിച്ച് നിക്കരാഗ്വയിൽ വിമതരെ സഹായിക്കുകയും ചെയ്തു. പുറമേ ശത്രുക്കളായി അഭിനയിക്കുമ്പോഴും തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനായി ഇരുപക്ഷവും അണിയറയിൽ ഒത്തുതീർപ്പുകൾക്ക് തയ്യാറായിരുന്നു. പോരാട്ടവും ചർച്ചയും ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങളാണെന്ന് അന്നത്തെ ഭരണാധികാരികൾ തെളിയിച്ചു. 1980കളിൽ നിന്ന് 2026ലേക്ക് എത്തുമ്പോൾ ഈ തന്ത്രങ്ങളിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ഒരേയൊരു വ്യത്യാസം, ഇന്ന് ചർച്ചകൾ രഹസ്യമല്ല മറിച്ച് പരസ്യമായാണ് നടക്കുന്നത് എന്നതാണ്. ഹോർമൂസ് കടലിടുക്കിലെ വെടിവെപ്പിന് തൊട്ടു മുമ്പ് തന്നെ വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിൽ ഒരു ഇടക്കാല ധാരണയിൽ എത്താൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഉപരോധങ്ങളിൽ ഇളവ് വരുത്തുക, സമുദ്രപാതകളിലെ സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു ചട്ടക്കൂട് രൂപീകരിക്കാൻ മധ്യസ്ഥർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ തങ്ങൾ ദുർബലരാണെന്ന് തോന്നിപ്പിക്കാൻ ഇരുപക്ഷവും ആഗ്രഹിക്കുന്നില്ല.
ഇറാനെ സംബന്ധിച്ചിടത്തോളം ഹോർമൂസ് കടലിടുക്കിലെ തങ്ങളുടെ സ്വാധീനം കാണിക്കുന്നത് ഒരു വിലപേശൽ തന്ത്രമാണ്. ലോകത്തിലെ എണ്ണ വിതരണത്തെ തടസ്സപ്പെടുത്താൻ തങ്ങൾക്ക് ശേഷിയുണ്ടെന്ന് കാണിക്കുന്നതിലൂടെ ചർച്ചകളിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ നേടാൻ അവർക്ക് സാധിക്കുന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ പ്രകോപനങ്ങൾക്ക് മറുപടി നൽകേണ്ടത് അവരുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായയ്ക്കും സഖ്യകക്ഷികളുടെ വിശ്വാസം നിലനിർത്തുന്നതിനും അനിവാര്യമാണ്. തങ്ങളുടെ നാവിക ശക്തി ഇപ്പോഴും ഈ മേഖലയിൽ ആധിപത്യം പുലർത്തുന്നുണ്ടെന്ന് തെളിയിക്കുന്നതിലൂടെ മാത്രമേ അമേരിക്കയ്ക്ക് തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയൂ. യുദ്ധവും സമാധാനവും ഒരേ സമയം നിലനിൽക്കുന്നത് കേവലം ഒരു വൈരുദ്ധ്യമല്ല, മറിച്ച് വ്യക്തമായ ലക്ഷ്യങ്ങളുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമാണ്. ഇത്തരമൊരു ഡ്യുവൽ ട്രാക്ക് സമീപനം സ്വീകരിക്കുന്നതിന് പിന്നിൽ പ്രധാനമായും 3 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, അധികാര പ്രകടനം. അതായത് സമാധാന ചർച്ചകളിൽ ഇരിക്കുന്നത് സ്നേഹം കൊണ്ടല്ല, മറിച്ച് താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനാണ്. കടലിൽ നടത്തുന്ന ഓരോ ആക്രമണവും ചർച്ചാമേശയിലെ ഓരോ വാക്കിനും കരുത്ത് പകരുന്നു. തങ്ങളെ തകർക്കാൻ ശ്രമിച്ചാൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് ഇരുപക്ഷവും പരസ്പരം ഓർമ്മിപ്പിക്കുന്നു. 2, ആഭ്യന്തര രാഷ്ട്രീയം. അതായത് അമേരിക്കയിലെയും ഇറാനിലെയും ഭരണാധികാരികൾക്ക് സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ തങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നില്ലെന്ന് കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. സമാധാനത്തിന് ശ്രമിക്കുമ്പോൾ തന്നെ ശത്രുവിനെ അടിച്ചമർത്തുന്നു എന്ന ചിത്രം നൽകുന്നത് രാഷ്ട്രീയമായി ഗുണകരമാണ്. മൂന്നാമത്തേത് സാമ്പത്തിക താൽപ്പര്യങ്ങളാണ്. ഹോർമൂസ് കടലിടുക്കിലെ ഒരു ചെറിയ ചലനം പോലും ആഗോള എണ്ണ വിപണിയെ തകിടം മറിക്കും. എണ്ണവില വർദ്ധിക്കുന്നത് ഇറാനെ പോലെയുള്ള ഉൽപ്പാദക രാജ്യങ്ങൾക്കും റഷ്യയെ പോലെയുള്ള അവരുടെ സഖ്യകക്ഷികൾക്കും ചിലപ്പോൾ ഗുണകരമായേക്കാം. അതേസമയം ആഗോള സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ അമേരിക്കയ്ക്ക് കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. ഹോർമൂസ് കടലിടുക്കിലെ വെടിയൊച്ചകൾ സമാധാന ചർച്ചകളുടെ അന്ത്യമല്ല, മറിച്ച് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള കരാറുകൾ പലപ്പോഴും രൂപപ്പെടുന്നത് ഇത്തരം സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണെന്നാണ്. 2026 ഈ സംഭവ വികാസങ്ങൾ ഒരുപക്ഷെ ഒരു പുതിയ ആണവ കരാറിലേക്കോ അല്ലെങ്കിൽ മേഖലയിലെ സുരക്ഷാ ഉടമ്പടിയിലേക്കോ നയിച്ചേക്കാം. എന്നാൽ അപ്പോഴും കടലിലെ ഈ ശീതയുദ്ധം പൂർണ്ണമായും അവസാനിക്കുമെന്ന് കരുതാനാവില്ല. പ്രസിഡന്റ് ട്രംപിൻ്റെ ലവ് ടാപ്പ് പ്രസ്താവനയെ തമാശയായി കാണാനാവില്ല. അത് ഈ സങ്കീർണമായ ബന്ധത്തിൻ്റെ നേർചിത്രമാണ്. പരസ്പരം വിശ്വസിക്കാനാവില്ലെങ്കിലും ഒരുമിച്ചിരിക്കാൻ നിർബന്ധിതരാകുന്ന 2 ശക്തികളുടെ അവസ്ഥയാണിത്. അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ സ്ഥിരമായ ശത്രുക്കളോ സുഹൃത്തുക്കളോ ഇല്ല, സ്ഥിരമായ താൽപ്പര്യങ്ങൾ മാത്രമേയുള്ളൂ എന്ന തത്വം ഇവിടെ ഒരിക്കൽ കൂടി ശരിവയ്ക്കപ്പെടുന്നു. ഹോർമൂസ് കടലിടുക്കിലെ ഈ സംഘർഷങ്ങൾ ലോക സമ്പദ് വ്യവസ്ഥയെയും സമാധാനത്തെയും ആശങ്കയിലാക്കുന്നുണ്ടെങ്കിലും നയതന്ത്രത്തിൻ്റെ വാതിലുകൾ ഇപ്പോഴും തുറന്നിരിക്കുന്നു എന്നത് വലിയൊരു ആശ്വാസമാണ്. ആധുനിക ലോകത്ത് യുദ്ധം എന്നത് കേവലം ബോംബുകളിലും മിസൈലുകളിലും ഒതുങ്ങുന്നതല്ല, അത് വാക്കുകളുടെയും തന്ത്രങ്ങളുടെയും കൂടി പോരാട്ടമാണ്. പൊരുതിക്കൊണ്ട് തന്നെ ചർച്ചകൾ തുടരാമെന്ന വിചിത്രമായ പാഠം അമേരിക്കയും ഇറാനും ലോകത്തിന് നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കടലിലെ തിരമാലകൾ അടങ്ങുമോ അതോ ചർച്ചാമേശയിലെ തീപ്പൊരികൾ പുതിയൊരു യുദ്ധത്തിന് തിരികൊളുത്തുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ഏതായാലും ചരിത്രത്തിൻ്റെ ഏടുകൾ സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ പുകയുന്ന കപ്പലുകൾക്കിടയിൽ നിന്നും സമാധാനത്തിൻ്റെ കരാറുകൾ പിറവികൊള്ളാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. വിവേകപൂർണമായ നീക്കങ്ങളിലൂടെ ഈ പ്രതിസന്ധി പരിഹരിക്കപ്പെടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.